ലഅല്ലി അഅമലു സാലിഹാ. അല്ലാഹുവേ, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായ സർവ്വ പ്രവർത്തനങ്ങളും സുഹൃതങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. പാവപ്പെട്ട അഗതികളെ സംരക്ഷിച്ചു കൊള്ളാം. അനാഥകൾക്ക് ഞാൻ അത്താണിയാകാം. നിരാശ്രയർക്ക് ആശ്രയമാകാം. നിരാലംബർക്ക് അവലംബമായി വർത്തിക്കാം. ഏത് വിധേനയും സമ്പത്ത് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാം. എരമംഗലം ഉറൂസിൽ വെച്ചുകൊണ്ട് ഉസ്താദ് വന്ന് അത് പറഞ്ഞിട്ട് പൈസ ചോദിച്ചപ്പോ ആ പള്ളിക്ക് വേണ്ടി കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്നെ പിടിക്കരുതേ, എന്നെ പിടിക്കരുതേ, എന്റെ ആത്മാവിനെ ഒന്ന് വേർപെടുത്തണേ. ആ എരമംഗലം ഉറൂസിന്റെ ദിനത്തിലേക്ക് എന്നെയൊന്ന് കൊണ്ടുപോകണേ. അതിൽ ഞാൻ എത്ര ധനം കയറും കൊടുക്കാം. അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ, എന്റെ ആത്മാവിനെ വേർപെടുത്തരുതേ. ഈ കഠിനമായ ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് ഒഴിവാക്കി തരണേ. എത്രയെത്ര പാവപ്പെട്ടവർ, എത്രയെത്ര അഗതികൾ, എത്രയെത്ര അനാഥരായ വ്യക്തിത്വങ്ങൾ, എത്രയോ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പാവപ്പെട്ടതായ കമ്മിറ്റിക്കാരും ജനസഹസ്രങ്ങളും യുവാക്കളും വന്നുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് മുട്ടുമ്പോ സ്വന്തം ഭാര്യയെ ഇറക്കി വിടുന്ന സഹോദരൻ, എന്നിട്ട് ഉപ്പ ഇവിടെയില്ല, എന്റെ ഭർത്താവ് ഇവിടെയില്ല എന്ന മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും യാതൊരു ജാള്യതയുമില്ലാതെ പറപ്പിക്കുന്ന സഹോദര, നീ മരണത്തെ മുഖാമുഖം കാണുമ്പോ ആ ഒരു ദിനത്തിന് വേണ്ടി കേഴുമേ, ആ ഒരു ദിനത്തിന് വേണ്ടി കേഴുമേ. ആ ദിവസം എനിക്കൊന്ന് തരണേ. ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഒന്ന് പറഞ്ഞേക്കാൻ വേണ്ടി എന്റെ സമ്പത്ത് മുഴുവനും നൽകാം, എന്റെ സമ്പത്ത് മുഴുവനും നൽകാം. ഈ അദാബിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കൂ നാഥാ. മരണത്തെ മുഖാമുഖം കാണുമ്പവൻ കരയുകയാണ്. സകാത്ത് കൊടുക്കാത്ത സഹോദരൻ, പാവപ്പെട്ടതായ സകാത്തിന്റെ അവകാശികൾ അവന്റെ കച്ചവട കേന്ദ്രങ്ങളിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടിയപ്പോ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുകൾ മുന്നുകൊണ്ട് ആട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോരാത്തതിനൊരു തുപ്പും കൊടുത്തിട്ടിറങ്ങിപ്പോയ സഹോദര, പള്ളിയുടെ മുറ്റത്ത് നിന്ന് നീ ജുമാ ദിവസം ഇറങ്ങിപ്പോകുമ്പോ എത്രയെത്ര സ്ത്രീകളാണ്, എത്രയെത്ര വിധവകളാക്കി നിന്നത്. നിന്റെ മുന്നിലേക്ക് ചുവന്ന ഷാളിട്ടവർ, വെള്ള ഷാള് ധരിച്ചവർ, അതേ തലമറച്ച പെൺകുട്ടികൾ, എത്രയെത്ര ആൾക്കാരാ നിന്റെ മുന്നിലേക്ക് കൈനീട്ടിയത്. അവർ കഞ്ചിന്റെ തുട്ടുപോലും കൊടുക്കാതെ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ പേഴ്സെടുത്ത് മറിച്ചിട്ട് 1000ന്റെ നോട്ടുകൾ എണ്ണി മറിച്ചിട്ട് അതിൽ നിന്ന് കീറിയതായ 5ന്റെ തുണ്ടെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അത് തന്നെ പുച്ഛത്തോടുകൂടി എന്തോ വലിയ നേട്ടം കൊടുത്തതുപോലെ, എന്തോ വലിയ സ്വർഗം കൊടുത്തത് മാതിരി നീ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഖേദിക്കണേ സഹോദരാ. നിന്റെ അദാബ് വരുന്നു, നിന്റെ മരണം വരുന്നു. ഞാനൊരു മസല നിസ്കാരത്തിന്റെ പറഞ്ഞാൽ, ഞാനൊരു നമസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടി, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സുബഹി വരെ സമയമുണ്ട്. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അടുത്ത ഹജ്ജിന്റെ സീസൺ വരണമെങ്കിൽ, ഞാനൊരു സകാത്തിന്റെ മസല പറഞ്ഞാൽ അതിന്റെ വർഷവും തീയതിയും നിങ്ങൾക്ക് വരണമെങ്കിൽ, നിങ്ങൾക്ക് മരണത്തോട് ബന്ധപ്പെട്ട ഒരു മസല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഖബറിനോട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു തന്നാൽ അത് അടുത്ത സെക്കൻഡിൽ ഉപകരിക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യമുണ്ടാകണേ. ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് എത്ര പേർക്ക് ആ ജീവനോടുണ്ടാകുക, എത്ര പേരാ നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുക. ഓർക്കണേ സഹോദര, 239 പേരുമായിട്ട് കൊലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പോയ മലയാളികളായ ഇന്ത്യക്കാരായ 5 പേരടക്കം പറന്നതായ ആ വിമാനത്തിന് എന്തു പറ്റി? അവസാനം ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ചുകൊണ്ട് അവർ ചത്തൊടുങ്ങി എന്ന് ലോകത്തോട് മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൈനയിലാണ് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങൾ. ചൈന ലോകത്തോട് ഇന്ന് ആവശ്യപ്പെട്ടു 25 രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം 43 കപ്പലും 40 വിമാനവുമായിട്ട് ലാഭകളില്ലാതെ 24 മണിക്കൂറും റഡാറുകളും ആധുനിക സംവിധാനങ്ങളും വെച്ചുകൊണ്ട് 24 മണിക്കൂറും കാത്തുകെട്ടി നിന്നിട്ട് അവസാനം അവർ ലോകത്തോട് പറഞ്ഞത് മലേഷ്യയിലേക്ക് പറഞ്ഞതല്ലയോ, മലേഷ്യയുടെ വണ്ടിയല്ലയോ, അവരല്ലയോ അതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി കണ്ടെത്തി
കണ്ടെത്തി ആ മലയോല വന്നുകൊണ്ട് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അത് ആപതിച്ചു പോയി. സർവരും മരിച്ചുപോയി, സർവരും മരണപ്പെട്ടു പോയി എന്ന അവസാനം കൈകൊടുത്തപ്പോ, കൈയൊഴിഞ്ഞ് സംസാരം വിട്ടപ്പോ ചൈന ഇന്ന് ചോദിച്ചിരിക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ, എന്നാൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെന്ന് പറയുന്നല്ലോ, എന്നാൽ ആ അവശിഷ്ടങ്ങൾ കണ്ടതിന്റെ ഫോട്ടോ എന്ന് നിങ്ങളൊന്ന് പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനക്കമില്ല, അനക്കമില്ല. ഈ നിലയ്ക്ക് എവിടെയാ മരണം സംഭവിക്കുക എന്ന് ആർക്കും തന്നെ നിശ്ചയിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ ആ 5 ഇന്ത്യക്കാരടക്കം ചൈനയിലെ ഒരു വലിയ വ്യൂഹമടക്കം 239 യാത്രക്കാർക്ക് അവർക്കുമുണ്ടായിരുന്ന സഹോദര ഒരുപാട് വിഷയങ്ങൾ, അവർക്കുമുണ്ടായിരുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ, അവർക്കുമുണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ. തന്റെ മക്കളെ ഒന്നിറങ്ങിയിട്ടൊന്ന് കാണാൻ തന്റെ കുടുംബങ്ങൾ അവിടെ വന്ന് കാത്തുകെട്ടി നിൽക്കുന്നു. മലേഷ്യയിൽ ഇറങ്ങിയിട്ട് കച്ചവടത്തിന് പോകേണ്ടവരുണ്ട്. മലേഷ്യയിൽ ചെന്നിട്ട് സ്വന്തം നാടാണ്, സ്വന്തം കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും അടങ്ങുന്ന ഒരു വലിയ വ്യൂഹം തന്റെ വീട്ടിൽ തന്നെ തന്റെ വരവും കാത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ആർക്കും തന്നെ തീർപ്പാക്കാൻ കഴിയുന്നില്ല. ഈ നിലയ്ക്ക് ലോകത്തെ സംവിധാനിച്ച ലോകത്തിന്റെ അധിപനെ മറക്കരുതേ. അവനെ വണങ്ങണേ, അവനെ വണങ്ങണേ. അവന്റെ പിടിമുറുക്കത്തിൽ നമ്മൾ പെടും. അവനതാ പിടിക്കാൻ പോകുന്നു. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണെന്നുള്ള ബോധം. ഓ മുഅ്മിനേ, ഓ മുഅ്മിനേ,